ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് എന്താണ് റിസീവബിൾസ്, എന്താണ് പേയബിൾസ് എന്നുള്ളതാണ്. എന്താണ് റിസീവബിൾസ്, എന്താണ് പേയബിൾസ്. ഒരു സ്ഥാപനം കടത്തിന് ഒരു സാധനം വിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് കടത്തിന് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ മറ്റൊരു ദിവസത്തിലേക്ക് കിട്ടുന്നതായിട്ട് കരുതപ്പെടുന്നു. ഇത്തരത്തിലുള്ള എമൗണ്ടുകൾ അസറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ആ അസറ്റ് കാറ്റഗറിയിൽ കാരണം എന്താ, കമ്പനിക്ക് കിട്ടാനുള്ള എമൗണ്ട് ആണ് അല്ലെ, കറണ്ട് അസറ്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം കടത്തിന് ഞാൻ എന്റെ പാർട്ടിക്ക് വിറ്റു. ഇപ്പൊ ഡെറ്റേഴ്സ് അക്കൗണ്ട്, ഡെറ്റർ ടു സെയിൽസ് എന്ന് പറയുന്നു. അപ്പൊ ഈ ഡെറ്റേഴ്സ് റിസീവബിൾ നേച്ചറുള്ള ഐറ്റം ആണ്. ഡെറ്റേഴ്സ് മാത്രമല്ല, ബിൽസ് റിസീവബിൾസ്, അതുപോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് റിസീവബിൾസ്, ഇതെല്ലാം തന്നെ എന്താണ്, റിസീവബിൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഐറ്റമാണ്. കറണ്ട് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പൊതുവെ ഇതിനെ കാണിക്കുന്നത്. ഇനി അടുത്തത് പേയബിൾസ്. എന്താണ് പേയബിൾസ് എന്നുള്ളതാണ്. ഒരു സ്ഥാപനം കടത്തിന് സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ കടത്തിന് സർവീസുകൾ ലഭിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത് മറ്റൊരു ദിവസത്തിലേക്കാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇങ്ങനെ ഈ കൊടുക്കുന്ന മറ്റൊരു ദിവസത്തിലേക്ക് കൊടുക്കുന്ന ഈ ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി എന്നുള്ളൊരു കാറ്റഗറിയിലാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. കാരണം കമ്പനി എന്നാണെങ്കിലും സ്ഥാപനം എന്നാണെങ്കിലും പാർട്ടിക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണ്, ബാധ്യതയാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് ലയബിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഞാൻ എൻ്റെ പാർട്ടിയുടെ അടുത്ത് നിന്ന് കടത്തിന് പർച്ചേസ് ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് എന്നായിരിക്കും വരുന്നത്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. എങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്ത്, പേയബിൾ നേച്ചറിലുള്ള ഐറ്റം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റിയുടെ അണ്ടറിലായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഈ അക്കൗണ്ട്സ് പേയബിൾ മാത്രമല്ല, ബിൽസ് പേയബിൾ, ഇനി എന്തെങ്കിലും പേയ്മെന്റ്, ഇപ്പം റെന്റ് പേയബിൾ, ഇതൊക്കെ തന്നെ എന്ത് പേയബിൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആണ്.